ഹായ് ഗായ്സ്, പത്തനമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയാണ് കേട്ടോ, മെൻ്റലി ദേവയാനി കുറച്ച് വീക്കാണ്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതായിട്ട് വരും, വേണ്ടി വന്നാൽ അതിനുള്ള മരുന്നും കഴിക്കേണ്ടതായിട്ട് വരും എന്ന് പറയാണ് കേട്ടോ. അതായത് മരുമകളോട് ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടാകാൻ കാരണം ആ വെറുപ്പും ദേഷ്യമാണ് ഈ പല പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ടൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് പറയുകയാണ്. അതനുസരിച്ച് സൈക്കാട്രിസ്റ്റ് ദേവയാനിയെ കാണുന്നതും സത്യങ്ങളെല്ലാം ദേവയാനിയോട് പറയുന്നതും ദേവയാനി നയനിയെ മനസ്സിലാക്കുന്നതും ഒക്കെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനന്തപുരിയിലാണെങ്കിൽ അയ്യപ്പൻ പാട്ടിനൊക്കെയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അയ്യപ്പൻ കഞ്ഞി അങ്ങനെയുള്ള ചടങ്ങുകളാണ്. മലയ്ക്ക് പോകാൻ മാലയിട്ട സ്വാമിമാരെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറഞ്ഞ അനുസരിച്ച് ദേവയാനി ഹോസ്പിറ്റലാണെങ്കിൽ പോലും സ്ത്രീകളെ ആരെങ്കിലും അവിടെ നിർത്താം എന്നാണ് പറയുന്നത്. അങ്ങനെ ആദർശും എല്ലാം ഇവിടെ എത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അനാമികയെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ തന്നെയാണ് അജയനോട് പറയുന്നത്, അനാമിക മോൾ ഇവിടുന്ന് പിണങ്ങി പോയിരിക്കല്ലേ, ഇപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കാൻ പോകുമ്പോഴേക്കും അനാമികയെ തിരികെ വിളിക്കണം എന്ന് പറയുമ്പോൾ അജയൻ പറയാണ്, അന്ന് അവൾ പിണങ്ങിപ്പോയതൊന്നും എനിക്കത്ര പിടിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കാം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് പറയാണ്. അങ്ങനെ അജയൻ അനാമികയെ തിരികെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ പോരാൻ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അനാമികയും രേവതിയും കൂടി. അപ്പോൾ വേണു പറയുന്നുണ്ട്, ദേ നിൻ്റെ അമ്മായിച്ചൻ അജയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ അയ്യപ്പൻ പാട്ടും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അനാമിക പറയുക, ഞാൻ പോകുന്നില്ല, അവിടെ എന്തെല്ലാം സംഭവം നടന്നാലും എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോവില്ല, അനിയനെ വിളിക്കുന്നില്ലല്ലോ, അവനെന്താ, അവൻ എന്നെ വിളിക്കാത്തിടത്തോളം കാലം ഞാൻ ഇനി അങ്ങോട്ട് വലിഞ്ഞു കയറി പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഉടനെ വേണു പറയാണ്, ദേ ഇത് നല്ലൊരു അവസരം, അവരായിട്ട് നിന്നെ വിളിച്ചിട്ടുണ്ട്, നാണം കെട്ട് കയറി ചെല്ലേണ്ടി വരില്ല, ഇനി അവിടെ പോയി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഹനി മറ്റവളുടെ പുറകെ തന്നെ അങ്ങ് പോകും എന്ന് പറയാം. അപ്പോൾ രേവതിയും പറയാം, അതേ മോളെ നീ വേണം അത് സൂക്ഷിക്കാനായിട്ട്, ഹനി ഇനി ആ നന്ദുവിനെ കാണാൻ ഇടയാവരുത്, അതിനുവേണ്ടി നീ അവിടെ പോയി നിൽക്കണം, നീ ഹനിയെ സ്നേഹിക്കണം, അത് തന്നെയല്ല അവളെ കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കണം, വലിയ വഴക്കുകളൊക്കെ ഉണ്ടാകിയാലും കുഴപ്പമില്ല, അവനെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് പറ്റണം, അതിനവിടെ നമുക്ക് കയറി കൂടണം, ഇത് നല്ലൊരു അവസരമാണ്, ഈ സമയത്ത് നമുക്ക് അങ്ങ് പോകാം എന്ന് പറയാം. അങ്ങനെ അവർ അനന്തപുരിയിൽ എത്തുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലിലാണെങ്കിൽ നിൽക്കാനായിട്ട് പെണ്ണുങ്ങളാരെങ്കിലും പോയി നിന്നാൽ മതിയെന്ന് പറയണം കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ പോയി നിന്നോളാം എന്ന് പറയണം. അങ്ങനെ നയനയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അതേസമയം ഇവിടെയാണെങ്കിൽ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുമുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഈ ഡോക്ടർ വരുന്നത് കേട്ടോ. സൈക്കാട്രിസ്റ്റ് വരികയാണ്, ദേവയാനിയെ കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ദേവയാനിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, എൻ്റെ മരുമകൾ എടുത്തു വെച്ച പാല് അവൾ ചേർത്ത വിഷമാണ് ഞാൻ കഴിച്ചതെന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടോ മരുമകൾ പാലിൽ വിഷം ചേർക്കുന്നത്? അപ്പോഴേക്കും പറയാണ്, ഞാൻ കണ്ടില്ല, പക്ഷേ അവളെ എനിക്ക് കാണരുത്, അതുപോലെ തന്നെ അവളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു, അവൾക്ക് എന്നെ ഇഷ്ടമില്ല, അപ്പം അവരുടെ ഹണിമൂൺ ഇല്ലാതാക്കാൻ ഞാൻ മാലയിടിച്ചു എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവൾ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തത് തന്നെയാണ് ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടറിന് കാര്യങ്ങളൊക്കെ പിടികിട്ടാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കൂൾ ഡൗൺ ദേവയാനി, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നമുക്ക് കാര്യങ്ങളിലേക്ക് സത്യാവസ്ഥയിലേക്കും ഒക്കെ പോകണം. ആദ്യം തന്നെ ദേവയാനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദേവയാനിക്ക് മരുമകളോടുള്ള ആ ദേഷ്യം അത് കുറച്ചങ്ങ് മാറ്റി വെക്കണം എന്ന് പറയണം. എന്താ ഇത്ര ദേഷ്യത്തിനൊക്കെ ഇങ്ങനെ കാരണം എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയണം, അത് ഞാൻ ആഗ്രഹിക്കാതെ, ഞാൻ ഇഷ്ടപ്പെടാതെ, എൻ്റെ ഇഷ്ടത്തോടെ അല്ലാതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നവളാണ് അവൾ എന്നൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറയാണ് കേട്ടോ. വിവാഹത്തിന് എത്തിയതും നവ്യവുമായിട്ട് ആദർശിൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരുന്നതും നവ്യ വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോൾ നയനെ മുഖം മറച്ച് വിവാഹം കഴിച്ചതുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഓ ഇതായിരുന്നോ കാര്യം, ഇഷ്ടമില്ലാത്ത മരുമകൾ വന്നപ്പോൾ തൊട്ടതെല്ലാം കുറ്റമായി അല്ലേ? അപ്പം പറയണം, അതുകൊണ്ടല്ല, അവൾ എല്ലാവർക്കും കാര്യമാണ് വീട്ടിൽ അവളെ, എനിക്ക് പക്ഷേ അവളെ അംഗീകരിക്കാൻ പറ്റുന്നേ ഇല്ല ഡോക്ടർ എന്ന് പറയണം. അപ്പോൾ ഡോക്ടർ പറയണം, അത് നിങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ്, അതങ്ങ് മാറ്റിയെടുക്കണം, വീട്ടിൽ മറ്റുള്ളവർക്കൊക്കെ നയനെ ഇഷ്ടമാണെങ്കിൽ അവൾ നല്ല കാര്യങ്ങളായിരിക്കുമല്ലോ ചെയ്യുന്നത്,
വീട്ടിലെ അച്ഛനും അമ്മയും അവളുടെ ഭർത്താവും നിങ്ങളുടെ ഭർത്താവും ഒക്കെ നയനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവൾ അത്ര മോശം സ്ത്രീയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ദേവയാനി കുറച്ചുകൂടി മനസ്സ് ശാന്തമാക്കിയൊക്കെ കിടക്കണം, എന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കിടക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേയൊക്കെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ദേവയാനിക്ക് എന്തോ ഒരു ചെറിയ മാറ്റമൊക്കെ തോന്നുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് പിന്നെ അനാമികയും രേവതിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അവൾ പോയി ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് ഇനിയും വീഴ്ത്താൻ വേണ്ടിയിട്ട്. എടി മോള് അനാമിക, നിനക്ക് പോയാൽ പോരായിരുന്നു. പിന്നെ ഞാൻ പോയി അവിടെ നിൽക്കാം. എനിക്കെപ്പോഴും ആശുപത്രിയിൽ ഇങ്ങനെ നിൽക്കുന്നതൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് അറിയില്ല അമ്മയ്ക്ക്. എടി അങ്ങനെയല്ല, അവരെ സോപ്പിട്ടാലല്ലേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെയും കാര്യങ്ങളൊക്കെ നടത്താം. എനിക്കിപ്പോൾ നന്ദുവിൻ്റെ കാര്യം, അവളെങ്ങാൻ വലിഞ്ഞു കയറി ഇങ്ങോട്ടെങ്ങാൻ ഈ ചടങ്ങിന് വരുമോയെന്ന് ഞാൻ വിചാരിച്ചു. ഏതായാലും അവൾ വന്നില്ല. അനി വിളിച്ചു കാണും അവളെ, പക്ഷെ അവൾ വന്നില്ല. എന്നെ പേടിച്ചിട്ട് തന്നെയാണ് വരാഞ്ഞത്. അതാ മോളെ ഞാൻ പറഞ്ഞത്, നീ ഇവിടെ കാണണമെന്ന്. നിന്നെ ഒരു പേടി ഉണ്ടാവണം അനിക്കും നന്ദുവിനും, എന്നാലേ അവരുടെ കൂടിക്കാഴ്ചയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ വിശ്വവിത്തുക്കളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേവയാനിയുടെ മനസ്സൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സൈക്കാട്രിസ്റ്റിന് ദേവയാനിക്ക് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതും മരുമകളോടുള്ള വല്ലാത്തൊരു പക ദേവയാനിയെ കൂടുതൽ രോഗിയാക്കുന്നത്. ദേവയാനിക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഡിപ്രഷൻ, ആ തലകറക്കം, അതൊക്കെ ക്ഷീണം, അതെല്ലാം വന്നിരിക്കുന്നത് ആ ഒരു പക ഉള്ളിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം എന്ന് പറയാണ്. അതിന് വേണ്ടിയിട്ട് ആദർശിനെയും ജയനെയും വിളിപ്പിക്കുകയാണ് കേട്ടോ ഡോക്ടർ സംസാരിക്കാനായിട്ട്. അങ്ങനെ സൈക്കാട്രിസ്റ്റ് ചോദിക്കുന്നുണ്ട് ആദർശിനോടും ജയനോടും, എന്താണ് നിങ്ങളുടെ അമ്മയുടെ പ്രശ്നം? അവരിങ്ങനെ ഒരു ദുഷ്ടയായ സ്ത്രീയായിരുന്നോ? മരുമകളെ ഇത്രയധികം മോശമാക്കാനും ഇത്രയധികം ദുഷ്ടത്തരം ചെയ്യാനും ഒക്കെ എന്ന് ചോദിക്കുമ്പം ജയൻ പറയുന്നുണ്ട്, അല്ല, ദേവയാനി ഒരു നല്ല സ്ത്രീ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ എടുത്തുചാട്ടമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നേരത്തെയൊക്കെ അവൾ നല്ല സ്ത്രീയായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അവളെ അംഗീകരിക്കുകയായിരുന്നു. മറ്റുള്ളവരെ പോലൊന്നും ആയിരുന്നില്ല. ഇവൻ ഒരേ ഒരു മകനാണ്. ഇവനും ജനിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് അസുഖം ഉണ്ടായിരുന്നത് കാരണം അവൾക്ക് മറ്റൊരു കുട്ടി പോലും വേണ്ടെന്ന് വെച്ച് ഇവനെ നോക്കാൻ വേണ്ടി തന്നെ നിന്നു. അങ്ങനെ ഇവനോട് ഭയങ്കരമായ ഒരു സ്നേഹമൊക്കെ ആയിരുന്നു ദേവയാനിക്ക്. ഇവനെ വളർത്തിയതും അവളാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഇവൻ വളർന്നു വന്നത്. പക്ഷേ അതിനൊക്കെ ശേഷം ഇവൻ്റെ വിവാഹം അടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം നടക്കാതെ വരികയും അവൾക്ക് ഇഷ്ടമില്ലാതെ ഇവൾ നയന വേറെ രീതിയിൽ വരികയും ചെയ്തു കഴിഞ്ഞപ്പോഴേക്കുന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, നയനയോട് അമ്മയ്ക്ക് താല്പര്യമൊന്നുമില്ല. ആദ്യമൊക്കെ എനിക്കും അങ്ങനെയായിരുന്നു. അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനാണ് അവളെ വിവാഹം കഴിച്ചതെങ്കിൽ പോലും എനിക്ക് അവളോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അവൾ. പിന്നെ അവളുടെ സ്വഭാവ മഹിമകളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ അന്നും ഇന്നും നയനെ പുകഴ്ത്തിയേ പറഞ്ഞിട്ടുള്ളൂ. നയനെ കുറ്റപ്പെടുത്തി ആരും സംസാരിക്കില്ല. കാരണം അതുപോലെ നല്ലൊരു പെൺകുട്ടിയാണ് അവൾ. കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഒരു ദേഷ്യം. കാരണം അമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും പിന്നെ മറ്റുള്ളവരൊക്കെ അമ്മയെ ഇങ്ങനെ പറഞ്ഞ് എരിവ് കയറ്റി കൊടുക്കുന്നത് കൊണ്ടും ഒക്കെ നയനയോട് ഭയങ്കര ദേഷ്യമാണെന്ന് പറയാം. അപ്പോൾ ഡോക്ടർ പറയാണ്, അതങ്ങ് മാറ്റണം. അത് മാറ്റി ശരിയായ രീതിയിൽ ചിന്തിക്കാൻ ദേവയാനിക്കായാൽ മാത്രമേ ഉള്ളൂ ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സൈക്കാട്രിസ്റ്റ് മെഡിസിൻസൊക്കെ കഴിക്കേണ്ടി വരും എന്ന് പറയുമ്പം ജയനും ആദർശം പറയാണ്, അതൊന്നും കുഴപ്പമില്ല. അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. അമ്മ നയനെ എന്ന് സ്നേഹിച്ച് വരുന്നോ അത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഡോക്ടർ എന്നും പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ ഉറപ്പ് കൊടുക്കുകയാണ്, അതെ, ദേവയാനി ഇവിടുന്ന് പോകുമ്പോഴേക്കും ദേവയാനിയുടെ ഈ സ്വഭാവത്തിനൊക്കെ മാറ്റമുണ്ടാവും. മരുമകളെ സ്നേഹിക്കുന്ന ഒരു നല്ല അമ്മയായിട്ട് എന്നൊക്കെ പറയാണ്. അതിനുശേഷം പിറ്റേ ദിവസം ദേവയാനിയെ കാണാൻ ഡോക്ടർ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ദേവയാനി, മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, ഭയങ്കര ക്ഷീണമൊക്കെയാണ് ഡോക്ടർ, മാറ്റമുണ്ട്, എന്നാലും മനസ്സിനേറ്റ മുറിവങ്ങ് മാറുന്നില്ല ഡോക്ടർ എന്ന് പറയുക. അപ്പോൾ ചോദിക്കുകയാണ്, മനസ്സിന് എന്ത് മുറിവാണെന്ന് ചോദിക്കുക. എന്നാലും എൻ്റെ മരുമകൾ നയന, അവളാണല്ലോ പാലിൽ വിഷം ചേർത്തതെന്ന് എന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്ന് ഓർക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വേദനയാണെന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയാണ്, എന്തറിഞ്ഞിട്ടാണ് ദേവയാനി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരിക്കലും നയന ദേവയാനിക്ക് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല. പാലിൽ വിഷം ചേർത്തത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ആയിരിക്കാം, പക്ഷേ അത് നയനയല്ലെന്നാണ് ഇപ്പം അറിഞ്ഞിടത്തോളം ഞങ്ങൾക്കും തോന്നുന്നത്. കാരണം നിങ്ങളുടെ ജീവൻ ഒരു ആപത്തായിരുന്ന സമയത്ത് കൂടി ആ കുട്ടിയാണ് നിങ്ങളെ രക്ഷിച്ചത്. നിങ്ങൾക്ക് വേണ്ട ബ്ലഡൊക്കെ തന്നത് ആ കുട്ടി തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും ചോദിക്കുകയാണ്, ഡോക്ടർ വെറുതെ പറയരുത്,
എന്ന് പറയാണ് ദേവയാനി. അപ്പോൾ പറയുന്നുണ്ട്, വെറുതെ പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ, അതുകൊണ്ട് നിങ്ങൾക്ക് വയ്യാതിരുന്ന അവസ്ഥയിൽ ആ കുട്ടിയുടെ ബോഡി വീക്കായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കൂടി ആ കുട്ടി നിങ്ങൾക്ക് വേണ്ടി ബ്ലഡ് തരാൻ തയ്യാറായി. അത് അമ്മ അറിയരുതെന്നും പറഞ്ഞു. അറിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങളോട് പറയാതെയാണ് ബ്ലഡ് തന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളെ കൊല്ലാൻ നോക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല. അത് തന്നെയല്ല, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ നല്ല രീതിയിൽ പരിചരിച്ചതും നയന തന്നെയാണ്. നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലല്ല ആ കുട്ടി എന്ന് പറയാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പകയുടെ അന്ധകാരം കയറി കൂടിയിരിക്കുകയാണ്. അത് മാറിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കുക, സാവകാശമുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് പറയാം. അപ്പം നയനയാണ് രക്തം കൊടുത്തതെന്ന് അറിയുമ്പം തന്നെ ദേവയാനിക്ക് ആകപ്പാടെ ഒരു അങ്കലാപ്പും വെപ്രാളവും ഒക്കെ അങ്ങ് ആവുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്